വെൽക്കം ബാക്ക് ടു എജ്യൂപോഡ്. ഇന്ന് നമ്മൾ +1 സോഷ്യോളജിയിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രെഡിക്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ എന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ പറയുന്ന ചോദ്യങ്ങൾ നമ്മളൊരു 5 ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ പറയാൻ പോകുന്നത്. ഈ 5 ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിക്കുക, ഒരു വിട്ടുവീഴ്ചയില്ല. ഈ ചോദ്യങ്ങൾ എന്ത് ചെയ്യുക, വളരെ കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കി വെക്കുക. ഒന്നാമത്തെ ചോദ്യം അതൊരു 1 വേർഡ് ക്വസ്റ്റ്യൻ ആണ്. അതായത് ഡാഷ് ഈസ് ദി അമേരിക്കൻ സോഷ്യോളജിസ്റ്റ് ഹു സ്റ്റഡിഡ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പേഴ്സണൽ ട്രബിൾസ് ആൻഡ് പബ്ലിക് സോഷ്യൽ പ്രോബ്ലംസ്. യെസ്, പേഴ്സണൽ ഡിഫിക്കൽട്ടീസും അതുപോലെ തന്നെ സോഷ്യൽ പ്രോബ്ലംസും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പഠിച്ചിട്ടുള്ള, സ്വകാര്യ ബുദ്ധിമുട്ടുകളും സാമൂഹ്യ പ്രശ്നങ്ങളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പഠിച്ച അമേരിക്കൻ സമൂഹ ശാസ്ത്രജ്ഞൻ ആരാണ് എന്നുള്ളതാണ് ചോദ്യം. എമിലി ദുർഖെയിം ആണോ, കാൾ മാക്സ് ആണോ, സി റൈറ്റ് മിൽസ് ആണോ, ഹെർബർട്ട് സ്പെൻസർ ആണോ? നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ ഈസി ആയിട്ട് അറിയാം അല്ലെ. ആരാണ് ഇതിന്റെ ഈ ഒരു കാര്യം പറഞ്ഞിട്ടുള്ള ആരാണ്? അത് CW മിൽസ് ആണ്, അല്ലെങ്കിൽ സി റൈറ്റ് മിൽസ് ആണ്. അപ്പോൾ ഓർക്കുക, ഈ ഒരു കൺസെപ്റ്റിന്റെ പേരെന്തായിരുന്നു? അതുകൂടെ ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ. എന്തായിരുന്നു ഈ കൺസെപ്റ്റിന്റെ പേര്? മറ്റൊന്നുമല്ല, സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ അല്ലെ. സമൂഹശാസ്ത്രപരമായിട്ടുള്ള സങ്കല്പം അല്ലെങ്കിൽ സമൂഹശാസ്ത്രപരമായിട്ടുള്ള ഭാവന എന്നൊക്കെ നമുക്കിതിനെ പറയാൻ പറ്റും. ഇനി രണ്ടാമത് ഞാൻ പ്രെഡിക്റ്റ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ, ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ കോമൺ സെൻസ് നോളജ് ആൻഡ് സോഷ്യോളജിക്കൽ നോളജ്. അതായത് സാമാന്യ ബോധജ്ഞാനവും സമൂഹശാസ്ത്രജ്ഞാനവും തമ്മിൽ വേർതിരിക്കുക, അവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണെന്നുള്ളത് നോക്കുക. നമുക്കറിയാം, കോമൺ സെൻസ് നോളജ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വലിസ്റ്റിക് ആണ് അല്ലെ. നമുക്ക് വ്യക്തിപരമായിട്ട് നമ്മുടെ സാമാന്യ ബോധത്തിൽ വരുന്ന നിഗമനങ്ങൾ, ഈ ഒരു നിഗമനം ശരിയോ തെറ്റോ ആവണമെന്നൊന്നുമില്ല, വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയൻ ആണ് കോമൺ സെൻസ് നോളജ് എന്ന് പറയുന്നത്. മാത്രമല്ല അത് നാച്ചുറൽ ആണ്, ബയസ്ഡ് ആണ്, മുൻവിധിയോട് കൂടിയുള്ളതൊക്കെ ആവാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷെ സോഷ്യോളജിയുടെ കാര്യത്തിൽ അങ്ങനെയല്ല. ഇറ്റ് ഈസ് സയന്റിഫിക്, വളരെ ശാസ്ത്രീയമായിട്ടുള്ള സങ്കല്പനങ്ങളുടെയും പഠന രീതികളുടെയും വിവരശേഖരണത്തിന്റെയും ഒരു ചട്ടക്കൂട് ആർക്കുണ്ട്? നമ്മളുടെ സമൂഹശാസ്ത്രത്തിനുണ്ട്. പക്ഷെ സാമാന്യ ബോധത്തിന് അത്തരം ചട്ടക്കൂടുകളൊന്നും ഇല്ല എന്നുള്ള രീതിയിലാണ് നിങ്ങൾ അതിന് ആൻസർ ചെയ്യേണ്ടത്. ആൻസർ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അപ്പൊ ക്വസ്റ്റ്യൻ ഓർമ്മയുണ്ടല്ലോ, ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ കോമൺ സെൻസ് നോളജ് ആൻഡ് സോഷ്യോളജിക്കൽ നോളജ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, സമൂഹശാസ്ത്രത്തിന്റെ വ്യാപ്തി വിശദീകരിക്കുക. ഒന്നാമത്തെ ചാപ്റ്ററിൽ തന്നെയുള്ള ക്വസ്റ്റ്യൻ ആണ്. സമൂഹശാസ്ത്രത്തിന്റെ വ്യാപ്തി അല്ലെങ്കിൽ സ്കോപ്പ് ഓഫ് സോഷ്യോളജി എന്താണെന്നുള്ളത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ഒരു ചോദ്യം. എന്താണെന്നൊക്കെ 6 മാർക്കിന് വരെ ഒരു സാധ്യതയുള്ള ഒരു ചോദ്യമാണ് സ്കോപ്പ് ഓഫ് സോഷ്യോളജി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. നമുക്കറിയാം എന്തൊക്കെയാണ്, അതായത് ഇൻഡിവിജ്വൽ ബേസ്ഡ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സോഷ്യോളജിയിൽ പഠിക്കാൻ പറ്റും. വ്യക്തിയുടെ പ്രശ്നങ്ങൾ നമുക്ക് സോഷ്യോളജിയിൽ പഠിക്കാൻ പറ്റും. അത് മാത്രമല്ല, ഒരു സമൂഹത്തിന്റെ പ്രശ്നം പഠിക്കാൻ പറ്റും, ഒരു നേഷന്റെ പ്രശ്നം പഠിക്കാൻ പറ്റും. അതിലും കടന്ന് ഒരു ഇന്റർനാഷണൽ വിഷയത്തെ അല്ലെങ്കിൽ ആഗോളതലത്തിലുള്ള പ്രശ്നങ്ങളെ വരെ നമ്മൾ ഇതിൽ ചർച്ച ചെയ്യുന്നുണ്ട്. നമ്മുടെ വിഷയത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ അതിന്റെ ഒരു സ്കോപ്പ് വളരെ വ്യക്തമാണ്. ഇറ്റ് ഈസ് വെരി വാസ്റ്റ് ആൻഡ് വൈഡ് ആയിട്ടുള്ള ഒരു സ്കോപ്പ് ഉള്ള ഒരു സബ്ജക്റ്റ് ആണ് സോഷ്യോളജി എന്ന് പറയുന്നത്. അപ്പൊ ആ രീതിയിൽ വേണം നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓർക്കുക, ഒരു 6 മാർക്കിനൊക്കെ ചോദിക്കുന്ന തരത്തിൽ ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഓക്കെ, നെക്സ്റ്റ് 4ാമത്തെ ചോദ്യം, വാട്ട് ഡു യു മീൻ ബൈ സോഷ്യൽ ഗ്രൂപ്പ്സ്? ഡിസ്കസ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സോഷ്യൽ ഗ്രൂപ്പ്സ്. എന്താണ് സാമൂഹിക സംഘങ്ങൾ എന്നുള്ളത്? ഇത് 8 മാർക്കിന്റെ ചോദ്യമായിട്ട് നമുക്ക് ഒരുപാട് പ്രാവശ്യം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ ഏതൊക്കെയാണ് വിവിധതരം സാമൂഹിക സംഘങ്ങളും ഏതൊക്കെയാണെന്നുള്ളത് ആണ് ഇവിടെ ചോദ്യമായിട്ടുള്ളത്. അപ്പൊ ഓർക്കുക, എന്തൊക്കെയായിരുന്നു സോഷ്യൽ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്? 2 or more ഇൻഡിവിജ്വൽസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, കോണ്ടാക്ട് ചെയ്യുന്നതിനെയൊക്കെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സോഷ്യൽ ഗ്രൂപ്പ്സ്, സാമൂഹിക സംഘങ്ങൾ എന്ന് പറയുന്നത്. ടൈപ്സ് ഓഫ് ഗ്രൂപ്പ്സിൽ പ്രൈമറി ആൻഡ് സെക്കൻഡറി ഗ്രൂപ്പ്സ് ഉണ്ട്, ഇൻ ഗ്രൂപ്പ്സ് ആൻഡ് ഔട്ട് ഗ്രൂപ്പ്സ് ഉണ്ട്, റെഫറൻസ് ഗ്രൂപ്പുകളുണ്ട്, പിയർ ഗ്രൂപ്പ് ഉണ്ട്, കമ്മ്യൂണിറ്റി, സൊസൈറ്റി അല്ലെങ്കിൽ അസോസിയേഷൻ എന്ന് പറയുന്ന ഇത്തരത്തിൽ ഒരുപാട് തരത്തിലുള്ള ടൈപ്സ് ഓഫ് ഗ്രൂപ്പ്സ് എന്ന് പറയുമ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ നോക്കുക, പ്രാഥമികവും ദ്വിതീയവുമായിട്ടുള്ള സാമൂഹിക സംഘങ്ങൾ, സ്വസംഘങ്ങളും അന്യസംഘങ്ങളും, സൂചിത സംഘം, സമസംഘം, സമുദായവും സംഘടനയും. അപ്പൊ ഇതാണ് വിവിധ തരത്തിലുള്ള സാമൂഹിക സംഘങ്ങൾ എന്ന് പറയുന്നത്. ഇത് ഓരോന്നും എന്താണെന്നും, ഉത്തരം എന്ന് പറയുമ്പോൾ ഇങ്ങനെ മാത്രം എഴുതി വെച്ചാൽ പോരാ, എന്ത് ചെയ്യണം, ഓരോന്നും എന്താണെന്നും അതിന്റെ ഉദാഹരണ സഹിതം നിങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, അവിടെ വിശദീകരിക്കേണ്ടതുണ്ട്. ഓക്കെ, ഇനി 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഗിവ് ബ്രീഫ് നോട്ട് ഓൺ ദി ഫോളോയിങ്. അതായത് ചുവടെ തന്നിരിക്കുന്നതിനെ കുറിച്ച് ലഘു വിവരണം നൽകുക എന്നുള്ളതാണ്. അതായത് എൻഡോഗമി, എക്സോഗമി. ഓക്കെ, സ്വഗണ വിവാഹം, ബഹിർഗണ വിവാഹം എന്നുള്ളതിനെ കുറിച്ച് ഒരു ഷോർട്ട് നോട്ട് തരാണ്. അതായത് മാരേജിന്റെ ഒരു ഏരിയ. അപ്പോൾ മാരേജിന്റെ ഒരു ഏരിയ ആണ് നമുക്ക് എവിടുന്ന് പ്രതീക്ഷിക്കാൻ പറ്റുന്നത്? മാരേജോ ഫാമിലിയോ ഒക്കെ നമുക്ക് ഈ ഒരു 3rd ചാപ്റ്ററിൽ നിന്ന് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെയും നമുക്ക് മിക്കവാറും പ്രതീക്ഷിക്കാം. ഇല്ലെങ്കിലും നിങ്ങൾ പലതരത്തിലുള്ള വിവാഹങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചു വെക്കണം. ടൈപ്സ് ഓഫ് മാരേജ്. ഇപ്പോൾ ഇത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഇത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേട്ടോ. ബേസ്ഡ് ഓൺ റൂൾസ് ഓഫ് മാരേജ്. ഓക്കെ, റൂൾസ് ഓഫ് മാരേജ്. ഓക്കെ, റൂൾസ് ഓഫ് മാരേജിന്റെ ബേസിലാണ് നമ്മൾ ഇങ്ങനെ 2 ആക്കി തരംതിരിച്ചിട്ടുള്ളത്. നമ്പർ ഓഫ് പാർട്ട്നേഴ്സ് ആണെങ്കിൽ
തരംതിരിവ് മാറി ഏതായി മോണോഗമി പോളിഗമി എന്നുള്ള രീതിയിലുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ആണ് ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് പാർട്ട്നേഴ്സിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മാരേജിൽ ക്ലാസിഫൈ ചെയ്യുന്നത്. ഇതെന്താണ്? ഇത് റൂൾസ്, മാരേജിന്റെ റൂൾസ് ബേസ്ഡ് ആയിട്ടാണ് എൻഡോഗമി എക്സോഗമി എന്നുള്ളത്. അപ്പൊ എന്തായിരുന്നു എൻഡോഗമി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വിത്തിൻ ദി ഗ്രൂപ്പ് ആണ് അല്ലെ, വിത്തിൻ കൾച്ചറലി ഡിഫൈൻഡ് ഗ്രൂപ്പിനകത്ത് നിന്ന് നമ്മൾ മാരി ചെയ്യുന്നതിനെയാണ് എൻഡോഗമി എന്ന് പറയുന്നത്. അറ്റ് ദ സെയിം ടൈം എക്സോഗമി എന്ന് പറഞ്ഞാൽ എന്താ? ഇൻഡിവിജ്വൽ മാരീഡ് ടു ഔട്ട്സൈഡ് ഓഫ് ഹിസ് ഓർ ഹെർ ഓൺ ഗ്രൂപ്പ്, ഔട്ട്സൈഡ് ദ ഗ്രൂപ്പിൽ നിന്നാണ് നമ്മൾ മാരി ചെയ്യുന്നതെങ്കിൽ അതെന്തായി? അത് എക്സോഗമിയായി. അപ്പൊ സ്വന്തം ഗണത്തിൽ നിന്നും ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നതാണ് സ്വഗണ വിവാഹം. അന്യഗണ വിവാഹം അല്ലെങ്കിൽ ബഹിർഗണ വിവാഹം എന്നൊക്കെ പറഞ്ഞാൽ എന്താ? നമ്മുടെ ഗണത്തിന് പുറമേ ഉള്ളവരെ വിവാഹം ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ഭാഗവും എന്ത് ചെയ്യുക? നന്നായിട്ട് പഠിച്ചു വെക്കുക. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും വിട്ടുപോകണ്ട, ഇതെല്ലാം പരീക്ഷയ്ക്ക് മുമ്പായിട്ട് തന്നെ കൃത്യമായിട്ട് പഠിക്കുക. അപ്പോൾ മറ്റു വീഡിയോസിലൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.